എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിവ്യ, നേരത്തെ നമ്മൾ പ്രതിഭാഗവുമായിട്ട് സംസാരിച്ചപ്പോഴും പ്രോസിക്യൂഷനുമായി സംസാരിച്ചപ്പോഴും അവർ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാനുണ്ട്. ആ അവതരിപ്പിക്കുന്നത് അത് എത്ര സമയം നീണ്ടുപോകുമെന്നുള്ളതാണ്. എന്തായാലും ജാമ്യത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്കാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഈ കേസിൻ്റെ തന്നെ ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. നിലവിൽ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. BNS 75 ചുമത്തിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള വകുപ്പാണ്. നേരത്തെ നമുക്കറിയാം പഴയ IPC 354 ആണ്. അങ്ങനെ ഒരു ശക്തമായ വകുപ്പാണ്. ആ വകുപ്പിന് പുറമെ IT ആക്ട് കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. അതിന് പുറമെയാണ് മറ്റ് നോൺ ബെയിലബിൾ ആയിട്ടുള്ള വകുപ്പുകൾ കൂടി ചുമത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. എന്തായാലും ഈ 2 വകുപ്പുകൾ പ്രകാരം സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ല. ഇനി കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. മജിസ്ട്രേറ്റ് മാത്രമേ ജാമ്യം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2 വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഭാഗവും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ 2 വകുപ്പുകൾ പ്രകാരം ജാമ്യം അനുവദിക്കാവുന്നതാണ്. ഒപ്പം പ്രോസിക്യൂഷൻ, അതായത് പോലീസ് ഇതിനകം തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ പ്രതിയെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ട യാതൊരുവിധ സാഹചര്യവും ഇവിടെയില്ല. ഇതിനകം തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന് മുന്നോട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല, ജാമ്യം നിഷേധിക്കേണ്ടതില്ല എന്നുള്ള കാര്യം അടക്കം പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുമെന്നുള്ളതാണ്. എന്തായാലും അതിനെല്ലാം തന്നെ ആ വാദത്തിനെല്ലാം തന്നെ പൊളിക്കാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സെൻട്രൽ പോലീസ് ആ രീതിയിൽ തന്നെ വലിയ ഒരു തയ്യാറെടുപ്പാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നത്. ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുത് കണ്ടെത്തി അതിനെ ആ പഴുത് അടച്ചുള്ള നീക്കങ്ങളാണ് ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. കാരണം അത്രയേറെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കൊച്ചി സിറ്റി പോലീസ് ഈ ഹണി റോസിന്റെ പരാതികളെ കണ്ടിരുന്നു. 2 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2ാമത്തെ കേസായ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ്, അതിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, എന്തായാലും കോടതി നടപടികൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ ഹണി റോസിന്റെ പരാതി അതുമായി ബന്ധപ്പെട്ടെടുത്ത കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ശരൺ, കോടതിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കേസ് കോടതി പരിഗണനയ്ക്കെടുത്തോ? എന്താണ് വിവരങ്ങൾ?